പ്രിയമുള്ളവരെ, ഇസ്ലാമിൻ്റെ സവിശേഷതകളെക്കുറിച്ച ഒരു സംസാര പരമ്പര ആരംഭിക്കുകയാണ്. ഈ എപ്പിസോഡിൽ ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ ഒന്നാമത്തെ സവിശേഷതയായ ഏകദൈവ വിശ്വാസത്തെക്കുറിച്ചാണ് പറയുന്നത്. പ്രമുഖ ചരിത്രകാരനായ H.G. വെൽസ് അദ്ദേഹത്തിൻ്റെ ലോകചരിത്ര സംഗ്രഹത്തിൽ ഇസ്ലാമിനെക്കുറിച്ച് പറയുന്നിടത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇസ്ലാം വളരെ വേഗത്തിൽ ലോകത്ത് പ്രചരിച്ചതിന് രണ്ട് കാരണങ്ങളാണുള്ളത്. അതിലദ്ദേഹം പറയുന്ന ഒന്നാമത്തെ കാരണം വളരെ വ്യക്തതയുള്ള, ക്ലാരിറ്റിയുള്ള ഏകദൈവ വിശ്വാസമാണ്. അവ്യക്തതകളും ആശയക്കുഴപ്പങ്ങളും ഒന്നുമില്ലാത്ത ദൈവവിശ്വാസം, ഏകദൈവ വിശ്വാസം എന്നത് ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ സവിശേഷതയാണ്. ദൈവം എപ്പോൾ ഉണ്ടായി, അല്ലെങ്കിൽ ദൈവത്തെ ആരാണ് സൃഷ്ടിച്ചത് എന്ന് ദൈവനിഷേധികൾ ചോദിക്കാറുണ്ട്. ദൈവവിശ്വാസത്തിൻ്റെ തെളിവായി പറയാറുള്ള ഒരു കാര്യമാണ് കണ്ടിൻജൻസി തിയറി എന്നത്. ആ തിയറി മനസ്സിലാക്കാൻ ലളിതമായ ഒരു ഉദാഹരണം പറയാം. ഒരാൾ കാറിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കെ അയാളുടെ കാറ് വർക്ക്ഷോപ്പുകളൊന്നുമില്ലാത്ത, ടൗണില്ലാത്ത ഒരു സ്ഥലത്ത് വെച്ച് കേടാവുന്നു. ആ കാറ് നന്നാക്കാൻ വേണ്ടി സഹായം ചോദിച്ചുകൊണ്ട് ആ യാത്രികൻ തൊട്ടടുത്തു കണ്ട ഒരു വീട്ടിൽ കയറി ചെല്ലുകയാണ്. വീട്ടുകാരോട് കാര്യം പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ശരി, ഞങ്ങൾ സഹായിക്കാം, പക്ഷേ ഒരു ഉപാധിയുണ്ട്. അടുത്ത വീട്ടുകാർ അതിന് അനുവദിക്കണം. അങ്ങനെ അവരെയും കൂട്ടി അടുത്ത വീട്ടിൽ ചെന്നു. അടുത്ത വീട്ടുകാർ പറഞ്ഞു, ഓക്കെ, ഞങ്ങൾ സമ്മതം തരാം, പക്ഷേ തൊട്ടടുത്ത വീട്ടുകാർ സമ്മതിക്കണം. തൊട്ടടുത്ത വീട്ടിൽ ചെന്നപ്പോൾ അവർ പറയുന്നത്, ഞങ്ങൾ സമ്മതം തരാം, അപ്പുറത്തെ വീട്ടുകാർ സമ്മതിക്കണം എന്നാണ്. ഈ വണ്ടി ഒരിക്കലും സ്റ്റാർട്ടാവുകയില്ല. കാരണം തൊട്ടടുത്ത വീട് എന്നത് അനന്തമാണ്. ഈ വണ്ടി സ്റ്റാർട്ടാകണമെങ്കിൽ മറ്റാരോടും അനുവാദം ചോദിക്കാതെ അനുവാദം നൽകാൻ കഴിയുന്ന ഒരാൾ ഉണ്ടാവണം. നിരീശ്വരവാദികൾ സാധാരണ ചോദിക്കാറുണ്ട്, എല്ലാവരെയും സൃഷ്ടിച്ചത് ദൈവമാണെങ്കിൽ ദൈവത്തെ സൃഷ്ടിച്ചത് ആരാണ്? അപ്പം നമ്മൾ ഒരു വാദത്തിന് വേണ്ടി അത് ഇന്ന ആളാണ്, സങ്കല്പത്തിൽ എ ആണ് എന്ന് പറഞ്ഞാൽ അവരുടെ അടുത്ത ചോദ്യം റെഡിയാണ്, എ സൃഷ്ടിച്ചത് ആരാണ്? അത് ബി ആണ് എന്ന് പറഞ്ഞാൽ, എന്നാൽ പിന്നെ ബി എ സൃഷ്ടിച്ചത് ആരാണ്? ഇത് അനന്തമാണ്. ഈ അനന്തത അവസാനിച്ചുകൊണ്ട് അതിനെ സൃഷ്ടിച്ചത് ആരാണ് എന്ന ചോദ്യം പ്രസക്തമല്ലാത്ത അസ്തിത്വമാരാണോ, ആ അസ്തിത്വത്തിനാണ് എല്ലാ മതങ്ങളും ദൈവം എന്ന് വിളിക്കുന്നത്. ദൈവം എപ്പോൾ ഉണ്ടായി, അല്ലെങ്കിൽ എല്ലാവരെയും സൃഷ്ടിച്ചത് ദൈവമാണെങ്കിൽ ദൈവത്തെ സൃഷ്ടിച്ചത് ആരാണ് എന്ന ചോദ്യം അപ്രസക്തമാണ്. നിരീശ്വരവാദികൾക്ക് വേണമെങ്കിൽ ദൈവമില്ല എന്ന് പറയാം, പക്ഷെ ദൈവത്തെ സൃഷ്ടിച്ചതാര് എന്ന ചോദ്യം അപ്രസക്തമാണ്. കാരണം അങ്ങനെ സൃഷ്ടിച്ചതാര് എന്ന ചോദ്യം ബാധകമല്ലാത്ത അസ്തിത്വത്തിനാണ് വിശ്വാസികൾ ദൈവം എന്ന് വിളിക്കുന്നത്. ദൈവം സ്വമതാണ് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ദൈവം അഹദാണ്, ഏകനാണ്, സ്വമതാണ്. അവൻ എല്ലാവരും ആശ്രയിക്കുന്നവനും ആരെയും ആശ്രയിക്കാത്തവനുമാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ കണ്ടിൻജൻസി തിയറിയിൽ പറയുന്ന ആശയത്തിന് അനുകൂലമായ ഒരു ഖുർആനിക പ്രസ്താവനയാണ് അത്. ദൈവം എപ്പോഴാണ് ഉണ്ടായത്? അല്ലെങ്കിൽ ഈ ചോദ്യത്തിനും പ്രസക്തിയില്ല. കാരണം ഉണ്ടാവുക എന്ന് പറയുന്നത് കാലവുമായും സ്ഥലവുമായും, ടൈം സ്പേസ് ബന്ധപ്പെട്ടതാണ്. ദൈവം പ്രപഞ്ചത്തെ സൃഷ്ടിച്ചപ്പോഴാണ് ഉണ്ടാവുക എന്ന കാര്യം തന്നെ ഉണ്ടാവുന്നത്. അതിനും അതീതനായ, ബിയോണ്ട് ദി ടൈം ആൻഡ് സ്പേസ് ആയ അസ്തിത്വമാണ് എല്ലാ വിശ്വാസങ്ങളിലും ദൈവമെന്ന് പറയുന്നത്. ഇസ്ലാമിൻ്റെ സവിശേഷത, ആ ദൈവം അവൻ്റെ സത്തയിലും പ്രവർത്തികളിലും വിശേഷണങ്ങളിലുമെല്ലാം ഏകനാണ്. അവന് തുല്യനായി ആരുമില്ല എന്നതാണ്. ഇത് ഇസ്ലാമിൻ്റെ വലിയ
ഒരു സവിശേഷതയാണ്. സൃഷ്ടാവിനെയും സൃഷ്ടിയെയും വളരെ സ്ഫടിക വ്യക്തതയോടെ നിഷ്കൃഷ്ടമായി വേർതിരിക്കുന്നു എന്നത് ഇസ്ലാമിക ദൈവശാസ്ത്രത്തിൻ്റെ വലിയ പ്രത്യേകതയാണ്. ദൈവം ഒരാവശ്യത്തിന് വേണ്ടിയും സൃഷ്ടികളിലേക്ക് അവതരിക്കുകയില്ല. ദൈവാവതാര സങ്കല്പങ്ങളെയും വിശ്വാസങ്ങളെയും ഇസ്ലാം നിരാകരിക്കുന്നു. ഇനി ഒരു സൃഷ്ടി ആത്മീയമായി എത്ര വളർന്നാലും സൃഷ്ടാവിൽ ചെന്ന് ചേരുകയില്ല, വിലയം പ്രാപിക്കുകയില്ല, സൃഷ്ടാവിൻ്റെ അസ്തിത്വത്തിൻ്റെ ഭാഗമാവുകയില്ല. അസ്തിത്വപരമായും പ്രവർത്തനപരമായും ഗുണസവിശേഷതകളിലും രണ്ടും നിഷ്കൃഷ്ടമായി രണ്ടാണ് എന്നതാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാട്. ഒരു വ്യക്തിക്ക് ആത്മീയമായി വളരാം, അങ്ങനെ വളർന്നാലും അവരൊരിക്കലും ദൈവത്തിൻ്റെ ഭാഗമായി തീരുകയില്ല. ഏറ്റവും ഉയർന്ന ആത്മീയ വ്യക്തിത്വങ്ങളാണ് ഇസ്ലാമിക ദൃഷ്ടിയിൽ പ്രവാചകന്മാർ. അവരുടെ ജീവിതത്തിൽ ആത്മീയമായ പല അത്ഭുതങ്ങളും സംഭവിക്കുന്നുണ്ട്. മുഹമ്മദ് നബി ആകാശാരോഹണം നടത്തുന്നുണ്ട്, ദൈവസന്നിധിയിലേക്ക് കയറിപ്പോകുന്നുണ്ട്. പക്ഷേ അപ്പോഴും ഖുർആൻ പറയുന്നത് എൻ്റെ അടിമയെ ഞാൻ അങ്ങനെ ചെയ്യിച്ചു എന്നാണ്. അല്ലാതെ അങ്ങനെ ആത്മീയമായ ആരോഹണങ്ങൾ നടത്തുന്നവർ ദൈവത്തിൽ ചെന്ന് വിലയം പ്രാപിക്കുകയും ദൈവത്തിൻ്റെ ഭാഗമാവുകയും ദിവ്യാംശമുള്ളവരായി തീരുകയുമല്ല ചെയ്യുന്നത്. അപ്പോഴും അവർ ദൈവത്തിൻ്റെ അടിമ, സൃഷ്ടി എന്ന് പറയുന്ന അതേ അസ്തിത്വത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇതിനെ വളരെ വ്യക്തതയിൽ വേർതിരിക്കുന്നു. സൃഷ്ടികൾക്കൊരിക്കലും സൃഷ്ടാവാകാൻ അതിൻ്റെ ഭാഗവും അംശവും ലേശവും ഒന്നുമായി തീരാൻ കഴിയുകയില്ല. സൃഷ്ടാവൊരിക്കലും ഒരു ആവശ്യത്തിന് വേണ്ടിയും ഒരു ഘട്ടത്തിലും സൃഷ്ടികളുടെ ഒരു രൂപവും സ്വീകരിക്കുന്നുമില്ല, സൃഷ്ടികളുടെ അസ്തിത്വത്തിലേക്ക് അവതരിക്കുന്നില്ല എന്നതാണ് ഇസ്ലാമിൻ്റെ വളരെ വ്യക്തതയുള്ള കാഴ്ചപ്പാട്. അദ്വൈതത്തിൽ സൃഷ്ടാവിനെയും സൃഷ്ടിയെയും സംയോജിപ്പിക്കുകയാണ്. ഇതെല്ലാം ഒന്നാണ് എന്നല്ല, അടിസ്ഥാനപരമായി ബ്രഹ്മം മാത്രമാണുള്ളത് എന്ന് പറയുന്നതിലൂടെ ഇതിനെ, ഈ വേർതിരിവിനെ ഇല്ലാതാക്കുന്നു. അതുകൊണ്ടാണ് ഇതിന് അദ്വൈതം എന്ന് പറയുന്നത്. ഭാരതീയ ചിന്തയിൽ തന്നെ അതിനെതിരായ വാദങ്ങൾ, ദ്വൈതവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മറ്റൊന്ന്, ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു പരിമിതി അതീന്ദ്രിയ യാഥാർത്ഥ്യമായ ദൈവത്തെ സ്ഥാപിക്കാൻ വേണ്ടി ഇന്ദ്രിയ ഭൗതിക യാഥാർത്ഥ്യങ്ങളെ നിഷേധിക്കുന്നു. അതിൻ്റെ അസ്തിത്വത്തെ നിരാകരിക്കുകയും അതൊരു തോന്നൽ മാത്രമാണ് എന്ന് സിദ്ധാന്തിക്കുകയും ചെയ്യുന്നു എന്നതാണ്. ഇസ്ലാം അതീന്ദ്രിയ യാഥാർത്ഥ്യമായ ദൈവത്തെ സ്ഥാപിക്കാൻ വേണ്ടി ഇന്ദ്രിയ ഭൗതിക പദാർത്ഥ യാഥാർത്ഥ്യങ്ങളെ ഒന്നും നിഷേധിക്കുന്നില്ല. രണ്ടിനെയും ഒരേ സമയം യാഥാർത്ഥ്യങ്ങളായി മനസ്സിലാക്കുന്നു, അവതരിപ്പിക്കുന്നു. എന്നാൽ ഇതിനെ കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്നില്ല എന്നതാണ് ഇസ്ലാമിക വിശ്വാസത്തിൻ്റെ വലിയ സവിശേഷത.